തിരുവനന്തപുരം വെള്ളറടയിൽ വീട്ടമ്മയെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. രണ്ട് പെൺകുട്ടികളുടെ അമ്മ, സഹോദരിമാർക്ക് കൈത്താങ്ങായ അനുജത്തി, പേരക്കുട്ടിക്ക് സമ്മാനങ്ങളുമായി എത്തുന്ന മുത്തശ്ശി, പ്രിയംവദയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ പ്രതി വിനോദ് ഇല്ലാതാക്കിയത് പലരുടെയും പ്രതീക്ഷയും സ്നേഹവുമാണ്. സുഹൃത്തിനെ പോലെ വിനോദിനെ കരുതിയിരുന്നു പ്രിയംവദ. സാമ്പത്തിക ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ പണം നൽകി. തിരികെ ചോദിച്ചതായിരുന്നു പ്രകോപനം. വ്യാഴാഴ്ച വീടിനടുത്ത് വെച്ച് പണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പ്രിയംവദയെ വിനോദ് മർദ്ദിച്ചെന്നും വായ കുത്തിപ്പിടിച്ചപ്പോൾ മരിച്ചെന്നുമാണ് വിനോദിന്റെ മൊഴി. തുടർന്ന് മൃതദേഹം തുണി കൊണ്ട് മൂടി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു. ദുർഗന്ധം വമിച്ചതോടെ ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ വിനോദിന്റെ കട്ടിലിന്റെ അടിയിൽ തുണിക്കകത്തായി ശരീരഭാഗം കണ്ടു. പിന്നെ ഇവിടെ സഞ്ചയ കൊണ്ടുവച്ചിട്ട് അവിടെ പോയി നോക്കി ലൈറ്റ് നോക്കി, ലൈറ്റൊന്നുമില്ല. അപ്പോഴാണ് പിള്ളേരെടുത്ത് ഞാൻ പറഞ്ഞത് ഫോൺ എടുത്തതാണ്. തന്നപ്പോൾ ഞാൻ തേയപ്പോൾ കൈ മാത്രം കൊണ്ട് ഞാനിങ്ങനെ വന്നിരുന്നിട്ട് പറയലായിരുന്നു. മറ്റേ ആഹാരം പോലും കഴിച്ചില്ല. അങ്ങനെയാണ് പിറ്റേന്ന് രാവിലെ വെച്ച് പള്ളിയിൽ പോയത്. ഈ റിസൾട്ടില്ല. വിവരം പുറത്തു പറഞ്ഞാൽ തനിക്കും പേരക്കുട്ടികൾക്കും ജീവൻ ആപത്തുണ്ടെന്ന് മനസ്സിലാക്കിയ സരസ്വതി ആദ്യം കാര്യങ്ങൾ പുറത്തു പറഞ്ഞില്ല. പിന്നീട് സമീപത്തെ പള്ളിയിലച്ഛനോട് മനസ്സ് തുറന്നു. 8:30 കുർബാന കഴിഞ്ഞിട്ടാണ് ഈ അമ്മച്ചി എന്നെ വന്ന് സമീപിച്ച് ഇങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ എൻ്റെ മരുമകൻ രാത്രിയോടുകൂടി എൻ്റെ ഭവനത്തിലേക്ക് വരികയും അവിടെ വന്ന് ഒരു ചാക്ക് കെട്ട് കാണുകയും അതിൻ്റെ അകത്ത് 2 കൈകൾ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മച്ചി ആദ്യം പറഞ്ഞത് എനിക്ക് 2 കുഞ്ഞുങ്ങളുടെ കൈകാട്ടാണ് ഇതെനിക്ക് തോന്നിയത്. പിന്നീട് അതൊന്ന് സ്ഥിരീകരിക്കാനായിട്ട് എൻ്റെ മകളുടെ മകളെ പറഞ്ഞു വിടുകയും ആ മകൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആ കൈ കാണുകയും ചെയ്തു. ഞാനും വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ സഭ എന്താണ് ഇത്, ബോഡി എങ്ങനെയാണ്, ചെറിയ കുഞ്ഞിൻ്റെയാണോ അത് വേറെ ആളാണോ എനിക്കെന്ന് ഒരു പിടിയില്ല. പെട്ടെന്ന് തന്നെ ഞങ്ങൾ സിയുടെ നമ്പർ തപ്പിപ്പിടിച്ച് പെട്ടെന്ന് സിയെ വിളിക്കുകയും. ഇരുവരുടെയും മൊഴികളാണ് കേസിൽ നിർണായകമായത്. വെള്ളറട പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ വിനോദിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. തെളിവുകൾ നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് കണ്ടെത്തി. മൃതദേഹം കുഴിച്ചിടാൻ വിനോദിനെ സഹോദരൻ സന്തോഷ് സഹായിച്ചു എന്നാണ് കണ്ടെത്തൽ. മൃതദേഹം കുഴിച്ചിടുമ്പോൾ സന്തോഷം വീട്ടിലുണ്ടായിരുന്നു. പ്രിയംവദയുടെ മൃതദേഹം സൂക്ഷിച്ച മുറി വൃത്തിയാക്കാനും സന്തോഷ് സഹായിച്ചു. ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് വിനോദ് ഒറ്റയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് എന്നാണ് നമുക്ക് നിലവിലെ അന്വേഷണം വരെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്ന ഈ മൃതശരീരത്തെ അനുജനെ വിളിച്ചു വരുത്തി കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുഴിയിലേക്ക് മാറ്റിയതും ഈ കുഴിയിലേക്കുള്ള മണ്ണ് ഉൾപ്പെടെ വെട്ടിക്കൊടുത്ത് ഈ 1-ാം പ്രതിക്ക് പിടിച്ചു കൊടുത്തതുമെല്ലാം ഈ 2-ാം പ്രതിയാണ്. അപ്പോൾ ഇവർ ഈ തെളിവ് നശിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളും കൂടെ ഈ 2-ാം പ്രതി ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാവുന്നു. പ്രിയംവദയുടെ സ്വർണ്ണമാലയും പ്രതികൾ മോഷ്ടിച്ചുവെന്നാണ് വിവരം. മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്നും കണ്ടെത്തി. പണമിടപാടിനു പുറമെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊലയ്ക്ക് കാരണമായോ എന്നും അന്വേഷിക്കണം. കേസിൽ കൂടുതൽ തെളിവ് ശേഖരണം ആവശ്യമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം ജയിലിലുള്ള പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം. അതേസമയം പ്രിയംവദയുടെ മൃതദേഹം സംസ്കരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.